തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വന്ന BJP അതിന്റെ മറ്റൊരു സഖ്യകക്ഷിയെ കൂടി പിളർത്താൻ ഒരുങ്ങുന്നു എന്ന വാർത്ത പുറത്തു വരികയാണ്. നിലവിൽ തന്നെ BJP പിളർത്തിയ NCPയെ ആണ് ഒരിക്കൽ കൂടി പിളർത്താൻ BJP തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരിക്കുന്നത്. BJP നേരത്തെ NCPയെ പിളർത്തി അതിൽ നിന്നും ശരത് പവാറിന്റെ അനന്തരവനായ അജിത് പവാറിനെയും കൂട്ടരെയും മറുകണ്ഠം ചാടിച്ചെത്തിച്ച് ഒരു നീക്കം നടത്തിയിരുന്നു. പക്ഷെ ആ നീക്കം ഈ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയാണ് BJPക്ക് നൽകിയത്. അത് പറഞ്ഞത് സാക്ഷാൽ RSS തന്നെയാണ്. RSSന്റെ മുഖപത്രമായ ഓർഗനൈസറിൽ വന്ന ലേഖനത്തിൽ പറയുന്നത് അജിത് പവാറിനെ, അഴിമതി ആരോപണങ്ങൾ ഒരുപാട് നേരിടുന്ന അജിത് പവാറിനെ കൂടെ കൂട്ടിയത് മഹാരാഷ്ട്രയിൽ BJPക്ക് കനത്ത തിരിച്ചടിക്ക് കാരണമായി എന്നാണ്. ആ അജിത് പവാറിനെ ഇനിയും മുന്നണിയിൽ വച്ച് പുലർത്താൻ BJP തയ്യാറല്ല. അതുകൊണ്ട് അജിത് പവാർ വിഭാഗം NCPയിലെ ഔദ്യോഗിക വിഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച അജിത് പവാർ വിഭാഗം NCPയിലെ പ്രമുഖ നേതാവും മഹാരാഷ്ട്രയിലെ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയുമായ ഛഗൻ ഭുജ്പാലിനെ മറുകണ്ഠം ചാടിച്ച് പാർട്ടി വിട്ട് പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ BJP ആരംഭിച്ചു കഴിഞ്ഞു. ഛഗൻ ഭുജ്പാൽ പുതിയ പാർട്ടി രൂപീകരിക്കുമെന്നും അദ്ദേഹം തൻ്റെ മാതൃസംഘടനയായ ശിവസേന ഷിൻഡെ വിഭാഗത്തിലേക്ക് തിരികെ പോകുമെന്നും ഉള്ള വാർത്തകൾ ഇതിനോടകം പ്രചരിച്ചു കഴിഞ്ഞു. പക്ഷേ ഇതിനെക്കുറിച്ച് ഛഗൻ ഭുജ്പാൽ ഒരു മാധ്യമത്തിനോട് പ്രതികരിച്ചത് താൻ ശിവസേനയിലേക്ക് പോകുമെന്ന വാർത്തകളെ എല്ലാം നിഷേധിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളുടെ മുമ്പിലെത്തിയത്. പക്ഷേ അദ്ദേഹം NCP അജിത് പവാർ വിഭാഗത്തിൽ നിന്നും ചാടുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. OBC വിഭാഗ നേതാവ് കൂടിയായ ഛഗൻ ഭുജ്പാലിനെ കൂടെ കൂട്ടുന്നത് ഗുണം ചെയ്യും. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, ഈ വർഷം അവസാനം മഹാരാഷ്ട്രയിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. അജിത് പവാറിനെ ഛഗൻ ഭുജ്പാൽ കൂടി പാർട്ടി വിട്ടാൽ അജിത് പവാർ വിഭാഗം തകർന്നടിയുമെന്ന് BJPക്ക് നന്നായി അറിയാം. കാരണം നിലവിൽ തന്നെ അജിത് പവാർ വിഭാഗത്തിലെ വലിയൊരു ശതമാനം 19ഓളം MLAമാർ തിരികെ ശരത് പവാർ പക്ഷത്തേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു എന്ന വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അപ്പോഴാണ് ഇപ്പോൾ ഛഗൻ ഭുജ്പാൽ കൂടി പാർട്ടി വിടാൻ ഒരുങ്ങുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം ഛഗൻ ഭുജ്പാൽ നേതൃത്വം നൽകുന്ന സമതാ പരിഷത്ത് എന്ന സംഘടനയുടെ യോഗത്തിലാണ് ഛഗൻ ഭുജ്പാൽ തൻ്റെ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയത്. തനിക്ക് പാർട്ടിയിൽ തീരെ അവഗണനയാണ് നേരിടേണ്ടി വരുന്നതെന്നും ഒക്കെ അദ്ദേഹം തൻ്റെ പ്രവർത്തകരോട് പങ്കുവയ്ക്കുകയുണ്ടായി. BJPയെ സംബന്ധിച്ചിടത്തോളം ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും വലിയ തിരിച്ചടി ഇത്തവണ ഏറ്റുവാങ്ങേണ്ടി വന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. 2019 BJP 23 സീറ്റുകൾ വിജയിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ആ മഹാരാഷ്ട്രയിൽ ഇത്തവണ BJPക്ക് വിജയിക്കാനായത് വെറും 9 സീറ്റുകൾ മാത്രമാണ്. 28 സീറ്റുകളിൽ BJP മത്സരിച്ചിരുന്നു എന്നതാണ് വസ്തുത. 28 സീറ്റുകളിൽ മത്സരിച്ചിട്ട് അതിൻ്റെ പകുതി സീറ്റുകളിൽ പോലും വിജയിക്കാൻ BJPക്ക് സാധിച്ചില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സഖ്യകക്ഷിയായ ശിവസേന ഷിൻഡെ വിഭാഗം അവർ പോലും കുറച്ചുകൂടി മെച്ചപ്പെട്ട പ്രകടനമാണ് കാഴ്ചവെച്ചതെന്ന് പറയാം. കാരണം അവർ ഏകദേശം 15 സീറ്റുകളിൽ മത്സരിച്ചതിൽ 7 വിജയിച്ചു. അതായത് പകുതിയോളം സീറ്റുകൾ വിജയിക്കാൻ അവർക്ക് സാധിച്ചു. പക്ഷേ 1/3 സീറ്റുകൾ വിജയിക്കാൻ പോലും BJPക്ക് മഹാരാഷ്ട്രയിൽ സാധിച്ചിട്ടില്ല. കോൺഗ്രസ് ആണ് മഹാരാഷ്ട്രയിൽ ഏറ്റവും കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കിയത്. കോൺഗ്രസ് 17 സീറ്റുകൾ മത്സരിച്ചെടുത്ത 13 സീറ്റുകളിലും വിജയിച്ചു. ശിവസേനയുടെ ഉദ്ധവ് താക്കറെ വിഭാഗവും വലിയ മുന്നേറ്റമാണ് കാഴ്ചവെച്ചത്. അവർ 21 സീറ്റിൽ മത്സരിച്ചെടുത്ത് 9 വിജയിക്കാൻ അവർക്ക് സാധിച്ചു. ഏതായാലും BJPയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പിളർത്തൽ, ഈ അജിത് പവാർ വിഭാഗത്തിന്റെ പിളർത്തൽ അതൊരു സൂചന കൂടിയാണ്. മറ്റ് ഘടകകക്ഷികൾക്കുള്ള ഒരു മുന്നറിയിപ്പായി കൂടി BJP ഇതിനെ കണക്കാക്കുന്നുണ്ടാകണം. കാരണം അവർക്ക് ഗുണമില്ല, അല്ലെങ്കിൽ അവർക്ക് ഇനി പ്രയോജനമില്ല എന്നൊരു ഘട്ടമെത്തിയാൽ ഏതു സഖ്യകക്ഷിയെയും കൈയൊഴിയാൻ BJPക്ക് ഒരു മടിയുമില്ല എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ അരങ്ങേറുന്ന രാഷ്ട്രീയ നാടകമെന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും NCPയെ ഒരിക്കൽ കൂടി പിളർത്താൻ BJP തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു.